പശ്ചിമേഷ്യൻ സംഘർഷം 5-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇസ്രായേൽ ഏതാണ്ട് മേൽക്കൈ നേടി എന്നാണ് ലോകത്തിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ ടെഹ്റാൻ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ ഇറാനിയൻ ചാനൽ, ദേശീയ ചാനലുണ്ട്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇതിൻ്റെ ഓഫീസിലേക്ക് ഇസ്രായേൽ ഒരു കനത്ത ആക്രമണം നടത്തി. ആ സമയത്ത് സഹർ ഇമാമി എന്ന് പറയുന്ന അവതാരക അവിടെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് മണ്ണും പൊടിയും ഒക്കെ വന്ന് ഈ ചാനലിൻ്റെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രദേശത്തെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. വലിയ കുലുക്കം ആ സ്റ്റുഡിയോയ്ക്കുള്ളിൽ സംഭവിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പേടിച്ച് ഈ സഹർ ഇമാമി അവിടെ നിന്ന് ഓടി മാറുന്നു. ഇതാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ട ഒരു ദൃശ്യം. എന്ന് പറഞ്ഞാൽ ഈ ടെഹ്റാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നും ഈ ചാനലിൻ്റെ പരിസരത്തുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് മാറണമെന്നും ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനുശേഷം ആ ഭാഗത്തേക്ക് ശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് ഒരുപക്ഷെ ഇറാനോ ലോകരാജ്യങ്ങളോ പ്രതീക്ഷിച്ചില്ല. കാരണം യുദ്ധസമാനമായ സാഹചര്യത്തിൽ പോലും മാധ്യമ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നതൊക്കെ തന്നെ യുദ്ധക്കുറ്റമായാണ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ ടെഹ്റാൻ ആക്രമിച്ചപ്പോൾ ഈ പറയുന്ന ചാനലുകളുടെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിലേക്ക് മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയത്തില്ല, അത്തരത്തിലൊരു ആക്രമണമാണ് എന്തായാലും ഇസ്രായേൽ നടത്തിയത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ സഹർ ഇമാമി എന്ന് പറയുന്ന ആങ്കർ തിരിച്ചു വരുന്നു, വീണ്ടും വാർത്ത അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഒരു തവണ കൂടി ഞങ്ങളെ ആക്രമിക്കൂ എന്ന് പറയുന്നു. ഇതിനുശേഷം മറ്റൊരു ആങ്കർ വരുന്നു. ആ ആങ്കർ ഈ സഹർ ഇമാമിയുടെ അടുത്ത് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നു. അപ്പം ഇസ്രായേൽ ഇറാന് തിരിച്ചടി കൊടുത്തു എന്നുള്ളത് ഇനി ഇറാനോ ഇസ്രായേലോ പറയണ്ട. കാരണം ലോകമെങ്ങും തന്നെ തത്സമയം ആ ദൃശ്യങ്ങൾ കണ്ടു. അപ്പം ഇസ്രായേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച്, ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. നിലവിലുള്ള ഒരു സൂചന അനുസരിച്ച് ഏതാണ്ട് 24 പേര് ഇസ്രായേലി ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 400-ലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അതായത് അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ലക്ഷ്യം ഇനി അയത്തുള്ള അലി ഖമനയെ തീർക്കുകയാണ്. അപ്പം ഖമനയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തു എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു സംഭവം ഇല്ല എന്നും നെതന്യാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഭീഷണിയായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന ഇറാനെ ഞങ്ങൾ തീർത്തു കളയും. അപ്പം ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ ചാനലായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിങ്ങിന് നേരെ ആക്രമണം ഉണ്ടായതിന് ശേഷം അവിടുത്തെ റിപ്പോർട്ടർമാർ പുറത്തിറങ്ങി നിന്ന് ഈ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഓഫീസിൽ നിന്ന് കത്തുന്നതാണ് കാണുന്നത്. ഇതിന് ശേഷം വീണ്ടും റെക്കോർഡ് ചെയ്ത് വെച്ച പ്രോഗ്രാമൊക്കെ കാണുന്നു. അപ്പം ഞങ്ങൾക്ക് ചാനൽ സ്റ്റുഡിയോ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് അല്ലെ ചാനലിൻ്റെ പ്രവർത്തനം നടത്തുമെന്നൊക്കെ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇറാൻ ഭരണകൂടത്തെ, ഇസ്ലാമിക വിപ്ലവത്തെയും ഒക്കെ തന്നെ പൂർണ്ണമായും പുറത്താക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. അവിടുത്തെ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയും കുടുംബവും ബങ്കറുകളിൽ നിന്നും ബങ്കറുകളിലേക്ക് ഓടുകയാണ്. കാരണം ബങ്കർ ബസ്റ്റർ ആയുധങ്ങൾ ഉപയോഗിച്ച് പോലും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ജനതയോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ ടെഹ്റാൻ്റെയും സമീപ പ്രദേശത്തെ നഗര പ്രാന്തങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. കാരണം ഞങ്ങൾ അവിടുത്തെ ആയുധ സംഭരണശാലകളിലേക്ക്, മിസൈൽ സംഭരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തും. മണിക്കൂറുകൾക്കുള്ളിൽ അത്തരം ആക്രമണവും നടന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ഏതാണ്ട് പൊതുവെ കുറവായിരുന്നു എന്ന് പറയാം. കാരണം ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്ന മിസൈൽ സംഭരണ ശേഷിയുടെ 1/3 തകർത്തു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഏതാണ്ട് സത്യമാണെന്ന് പറയാം. കാരണം ഇന്നലെ ഇറാൻ അയച്ച മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ എല്ലാം തന്നെ ഇസ്രായേലിന് പൂർണ്ണമായിട്ടും തടുക്കാൻ കഴിഞ്ഞു. കാരണം താരതമ്യേന എണ്ണത്തിൽ കുറവായിരുന്നു. അപ്പം 1/3 തകർത്തു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആയുധശേഷിയുടെ 50% തകർത്തു എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പം ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും വലിയ ആശങ്ക. കാരണം തങ്ങളെ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ ആൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുടുംബത്തെയും കൊണ്ട് ഒളിച്ചു പാർക്കുന്നു. മകനായ മുജ്തബ ഖമനെയും ഇതുപോലെ തന്നെ ഒളിവിൽ പാർക്കുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ്, ഈ ഹമാസിൻ്റെ നേതാവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഈ പറയുന്ന
ഗസയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് വരില്ല. പകരം ഇയാൾ ഖത്തറിലും ഇറാനും ഒക്കെ മാറി മാറി താമസിക്കുകയാണ്. വളരെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കുന്ന ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ്. അന്ന് അയാളും അണികളെയൊക്കെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിലും ഇറാനിലേക്ക് ചെന്ന അവസരത്തിൽ മൊസാദ് കൃത്യമായ ആക്രമണത്തിലൂടെ അയാളെ കൊലപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഹസൻ നസറുള്ള, ഈ ഹസൻ നസറുള്ള ലെബനിലെ ഭൂഗർഭ അറയിലായിരുന്നു ജീവിച്ചിരുന്നത്. അയാളും ആഡംബര ജീവിതം നയിച്ചിരുന്നു. അപ്പം അണികളെയൊക്കെ പലതും പറഞ്ഞ് അല്ലെ മത ഭീകരതയൊക്കെ കുത്തിവെച്ച് അവരെ യുദ്ധമുഖത്തേക്ക് ഇറക്കി വിടും. ഇയാൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും. അവിടേക്ക് ഈ മൊസാദ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ഈ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. അടുത്തയാളാണ് യാഹിയ സിൻവർ. യാഹിയ സിൻവറിനെ നമുക്കറിയാം. കാരണം ഇയാൾ ഇങ്ങനെ ഒളിവിലിരിക്കില്ല. കാരണം ഇയാളുടെ മുമ്പിലേക്ക് ഇസ്രയേലി തടവുകാരെ അല്ലെ ഇസ്രയേലി ജനതയൊക്കെ കൊണ്ടുവന്നാൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കും. ഇയാളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നു, അത് കണ്ട് ആനന്ദിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇയാളുടെ വിനോദം. നമുക്കറിയാം ഏറ്റവും ഒടുവിൽ യാഹിയ സിൻവറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡ്രോൺ, ഒരു ക്യാമറയൊക്കെ വരുമ്പോൾ എന്തോ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് കസേരയൊക്കെ എടുത്ത് അടിക്കാനായിട്ട് ഓടുന്ന രംഗം അത് ലോകത്തെല്ലാവരും കണ്ടതുമാണ്. ഒടുവിൽ അയാളും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. ഇയാളെ അന്ന് ഗസയിലെ കശാപ്പുകാരനാണ് വിശേഷിപ്പിക്കുന്നത്. ഇയാളുടെ സഹോദരനുണ്ട് യാഹിയ സിൻവറിൻ്റെ, മുഹമ്മദ് സിൻവറിനെയും ആ മേഖലയിൽ വെച്ച് തന്നെ ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം കൊല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നേതാക്കളെല്ലാം തന്നെ സ്വന്തം ജീവനും സ്വന്തം ഫാമിലിക്കും വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്, ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇവർ അണികളെ അല്ലെങ്കിൽ ഈ പറയുന്ന മത ഭീകരതയൊക്കെ തലയ്ക്ക് പിടിച്ച ആളുകളെ യുദ്ധമുന്നണിയിലേക്ക് തള്ളിവിടുന്നു. ഇത് പലതവണ ഹമാസിലെ ജനങ്ങൾ, ഗാസയിലെ ജനങ്ങളൊക്കെ കണ്ടതാണ്. ഇതുപോലെയാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയും ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ടെഹ്റാൻ്റെ കിഴക്കൻ മേഖലയിൽ എവിടെയോ ഈ അയത്തുള്ള അലി ഖമനയും ഒളിവിലിരിപ്പുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെ സൂചനകൾ അവർ പുറത്തുവിട്ടാൽ അതിൻ്റെ അർത്ഥം നേരെ എതിർ ദിശയിലേക്കായിരിക്കും ഖമനയെ പോവുക. ഇപ്പം ഇസ്രായേൽ പറയുന്നത് ഖമനയെ തീർക്കാൻ ഉടൻ നീക്കം നടത്തുന്നു. ഇയാൾ എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായ സ്കെച്ചുകൾ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. അമേരിക്കയുടെ ഒരു എതിർപ്പ് ഞങ്ങൾക്കുണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. ഇത് തെറ്റാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സഖ്യമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ കടുത്ത ആക്രമണം നടത്തും. ഇറാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അറ്റാക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ഇറാനിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായി എന്നതിൻ്റെ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം അവർ തന്നെ പുറത്തുവിടുന്നു. അപ്പം ഇറാൻ്റെ ആക്രമണത്തിൽ ഇന്ന മേഖലയിൽ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം ലോകരാജ്യങ്ങൾക്കും തെറ്റു പറയാൻ കഴിയുന്നില്ല. ഇവിടെ എന്താണ്, ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യത്തെ ആണവ കരാറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ആണവ കരാറിൽ ഒപ്പിടാൻ തയ്യാറാവുക, അതല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല. ആണവ ഭീഷണിയുമായിട്ട് ഒരു ഇസ്ലാമിക രാജ്യം വരികയാണെങ്കിൽ അവരെ തീർക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. കാരണം 35 വർഷമായി അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന മത നേതാവ് ഇറാനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്ടിമറി നടത്തി ഈ ഭരണകൂടത്തെ പുറത്താക്കും. പകരം പുതിയ ഭരണകൂടത്തെ അവിടെ അവരോധിക്കും. ഈ രീതിയിലുള്ള നീക്കവും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ്റെ ടെലിവിഷൻ ചാനലിൻ്റെ ഓഫീസ് അടക്കം ഈ ടെഹ്റാൻ മേഖലയിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതിനെ കൃത്യമായി ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ഇറാന് സാധിക്കുന്നില്ല. അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇറാൻ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നു അല്ലെങ്കിൽ തയ്യാറാകാൻ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അറബ് രാജ്യങ്ങളോട് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് അവർ അഭ്യർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ നടത്തുകയാണെങ്കിൽ ഞങ്ങളും പിന്മാറിക്കൊള്ളാമെന്നാണ്. എന്തായാലും ഇസ്രായേൽ ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആണവായുധ ശേഖരം കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാതെ അവർ യുദ്ധം അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് അവർ അടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്താതെ ഇനി യുദ്ധം നിർത്തില്ല എന്ന രീതിയിൽ ലോകമാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇറാനിലെ സൈനിക തലവന്മാരെയൊക്കെ കൊലപ്പെടുത്തിയ, ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനും
അവരുടെ ചാരസംഘടനയായ മൊസാദിനും ഈ ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമായ ഒരു ലക്ഷ്യമൊന്നുമല്ല. ആ രീതിയിൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് ഒളിച്ചു മാറിക്കൊണ്ടിരുന്ന് അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ആയത്തുള്ള അലി ഖമനൈ എപ്പോൾ വേണമെങ്കിലും തീരും. അതിനി എപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.